ബെഥലേ അഡ്വന്റിസ്റ്റ് സഭയുടെ ആലപ്പുഴ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ പാഠപഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ള പാഠമെന്ന് പറയുന്നത് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് മുമ്പ് നാം കഴിഞ്ഞ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരുന്നത് വൻ വിവാദത്തെക്കുറിച്ച്. ഒരു ക്വാർട്ടർ മുഴുവൻ നാം അതിനെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് വീണ്ടും വിവാദങ്ങൾ എന്നുള്ള സബ്ജക്റ്റാണ്. എന്താണ് വിവാദം? ഡിക്ഷണറി ഇപ്രകാരമാണ് പറയുന്നത്: കോൺട്രവേഴ്സി ഈസ് എ സ്റ്റേറ്റ് ഓഫ് പ്രൊലോങ്ഡ് പബ്ലിക് ഡിസ്പ്യൂട്ട് ഓർ ഡിബേറ്റ്, യൂഷ്വലി ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് തർക്കം ഉടലെടുക്കുകയാണ്. തർക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിനെ നമുക്ക് സംവാദമെന്ന് പറയും. സംവാദം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത് ഈ വ്യത്യസ്തമായ ഏറ്റുമുട്ടലുകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ ഏറ്റുമുട്ടലുകൾ ഇവിടെ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ. അതിൻ്റെ മനപ്പാഠവാക്യം ആദ്യം നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോകാം. മനപ്പാഠവാക്യം മർക്കോസിൻ്റെ സുവിശേഷം 2:27-28 വാക്യങ്ങളാണ്. അവ ഇപ്രകാരമാണ്: പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇത് തന്നെ ഒരു വിവാദം. അതെ, കർത്താവിടെ പറയുകയാണ്, പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അപ്പോൾ കർത്താവിൻ്റെ കാലഘട്ടം, അവിടെ ഒരു പുതിയ സന്ദേശവുമായി കർത്താവ് വരികയാണ്. ഇത് ശ്രവിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതായ റബായിസ്, പുരോഹിതന്മാർ, അന്നത്തെ യഹൂദന്മാർ, ഇവർക്ക് പലതും അങ്ങോട്ട് ദഹിച്ചില്ല. എന്ന് പറയുമ്പോൾ അവർ പഠിച്ചു വെച്ചതിനും അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കർത്താവ് കടന്നപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാനായി സാധിച്ചില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതുവരെ ശബത്ത് എന്ന് പറയുന്നത് ദൈവം ആണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ശബത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് വിവാദം. ദൈവം 6 ദിവസം അധ്വാനിച്ചു, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു, വേർതിരിച്ചു. പക്ഷെ എന്തുകൊണ്ട് ദൈവം 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു? 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, മനുഷ്യൻ്റെ ആവാസ കേന്ദ്രം ദൈവം അവനായി തയ്യാറാക്കുകയായി. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. 6 ദിവസം നമ്മൾ നോക്കുക, ഓരോ സൃഷ്ടിയെയും നോക്കുക. വെളിച്ചമുണ്ടായി, സൂര്യനുണ്ടായി, അങ്ങനെ ഓരോ സൃഷ്ടിയും. 6-ാമത്തെ ദിവസം വരുമ്പോൾ, 6-ാമത്തെ ദിവസത്തിൻ്റെ അവസാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ദൈവം ഇതെല്ലാം കണ്ടു. പക്ഷേ ഒരു കുറവുണ്ടായി. എന്താണ്? മനുഷ്യൻ. അപ്പോൾ അങ്ങനെ 6-ാം ദിവസത്തിൻ്റെ അവസാനം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അതുവരെയുള്ള സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടുന്നതായ അവൻ്റെ
ആവാസ കേന്ദ്രത്തെ ഒരുക്കി കൊടുക്കും. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം സൃഷ്ടിയുടെ അവസാനം ദൈവം സ്വസ്ഥമായി. അപ്പോൾ നോക്കുക, ഈ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്, പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത് നിമിത്തമല്ല, ശബത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇത് അന്നത്തെ പുരോഹിതന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അവരുടെ വിചാരം, അവർ ചിന്തിച്ചത്, ശബത് ദൈവം സൃഷ്ടിച്ചു, അത് ദൈവം ആരാധനയ്ക്ക് വേണ്ടി അത് സൃഷ്ടിക്കപ്പെട്ടു, അത് നേരത്തെ ഉണ്ടായിരുന്ന ഒന്നാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പഠിപ്പിൽ. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ശബത് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. അതിൽ ഒരു വലിയ തത്വമുണ്ട്. എന്താണ്? അവൻ 6 ദിവസം അവൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് മനുഷ്യൻ. അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതായ മനുഷ്യൻ, അവൻ സ്വാഭാവികമായിട്ടും he will be tired. അപ്പോൾ അങ്ങനെ ക്ഷീണിക്കുന്നതായ ആ മനുഷ്യന് വേണ്ടി ദൈവം ശബദിനെ സൃഷ്ടിച്ചു, സ്വസ്ഥമായിരിക്കുക. എങ്ങനെ? ദൈവത്തെ ആരാധിച്ചുകൊണ്ട്. യഥാർത്ഥ സ്വസ്ഥത അപ്പോഴാണ് ഉണ്ട്. അവിടെ അവൻ്റെ ആത്മാവും അവൻ്റെ ജഡവും ഒരേ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവൻ ശരിക്കും സ്വസ്ഥത എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഈ ഉൾക്കാഴ്ച അന്ന് ജീവിച്ചിരുന്നതായ യഹൂദ പ്രമാണിമാർക്ക്, അല്ലെങ്കിൽ പരീശന്മാർക്ക്, അല്ലെങ്കിൽ ശാസ്ത്രിമാർക്ക് ഉൾക്കൊള്ളുവാനായി സാധിച്ചില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ഇവിടെ തുടങ്ങുന്ന ഈ വിവാദം, ഇത് ഈ പാഠത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ഈ വിവാദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അത് ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കും. ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കും. ഇവിടെ എന്താണ് ഇത്ര വിവാദമുണ്ടാകുവാൻ കാര്യം? നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സംഭവം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷപാതക്കാരനെ യേശു ഇരുന്ന ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് അവർ കെട്ടിയിറക്കുന്നതായ കാഴ്ച. നമുക്ക് ഈ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ മേൽക്കൂര പൊളിച്ച് അതിലൂടെ താഴേക്ക് ഈ മനുഷ്യനെ കെട്ടി ഇറക്കുന്നതായിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് അവരുടെ വിശ്വാസം. മേൽക്കൂര പൊളിച്ച് താഴേക്ക് അവനെ കെട്ടി ഇറക്കുമ്പോൾ ക്രിസ്തു അവനെ തൊടുമെന്നും അല്ലെങ്കിൽ സൗഖ്യമാക്കുമെന്നുമുള്ള അവരുടെ ആ ഉറച്ച വിശ്വാസം. ആ വിശ്വാസം എങ്ങനെയാണ്? അവരുടെ പ്രവൃത്തിയിലൂടെ അവർ കാണിക്കുകയാണ്. അപ്പം ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കണം. നാം സാധാരണ പറയാറുണ്ട്, വിശ്വസിച്ചാൽ മതി നീ രക്ഷിക്കപ്പെടും എന്ന് പഠിപ്പിക്കുന്നതായ ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളും പറയൂ, നീ വിശ്വസിച്ചാൽ മതി നീ രക്ഷ പ്രാപിക്കുമെന്ന്. പക്ഷേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾ അത് പ്രകടമാക്കുന്നത്? വിശ്വാസം പ്രകടമാക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. അപ്പോൾ അത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. നമ്മളുടെ വിശ്വാസം നമ്മൾ പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. അപ്പോൾ വിശ്വാസത്തിനും പ്രവൃത്തിക്കും ഈക്വലി ഇമ്പോർട്ടൻസ്, തുല്യമായ പ്രാധാന്യമാണ്. അല്ലാതെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ആരും രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല. അത് തെറ്റായ പഠിപ്പീരാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്,
പ്രവൃത്തികളില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ചത്തത ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പല പഠിപ്പീരുകളും നമ്മൾ ഓർക്കണം. വിശ്വസിച്ചാൽ മതി നീ രക്ഷ പ്രാപിക്കും എന്ന പഠിപ്പീരിനെ കുറിച്ച് നാം വളരെയധികം ബോധവാന്മാരായിരിക്കണം. കാരണം നമ്മുടെ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് ആർക്കും കൊടുക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ സ്നേഹം നമുക്ക് കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം കാണിച്ചാൽ മാത്രമേ ഒരുവനോട് അല്ലെങ്കിൽ മറ്റൊരാളോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും സ്നേഹം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ സ്നേഹമില്ല. അപ്പോൾ പ്രവൃത്തിയിലൂടെ അത് നാം കാണിക്കുമെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്രിസ്തു അവനെ കാണുന്നു, അവനിൽ അനുകമ്പയുണ്ടാകുന്നു, അവരുടെ വിശ്വാസത്തെ മാനിക്കുന്നു, അങ്ങനെ അവനെ സൗഖ്യമാക്കുന്നു. നല്ലൊരു കാര്യമാണ്, അവനെ സൗഖ്യമാക്കി. പക്ഷേ അവിടെ സൗഖ്യമാക്കിയപ്പോഴും എന്താണ്? വിവാദമാണ്. എന്താണ് വിവാദം? കർത്താവ് പറഞ്ഞു നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, സൗഖ്യമാകുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ കയറി പിടിച്ചു ആരെ? യഹൂദന്മാർ, അല്ലെങ്കിൽ പള്ളിപ്രമാണികൾ, ശാസ്ത്രിമാർ, പരീശന്മാർ അവിടെ കയറി പിടിച്ചു. എന്താണ്? ഇവന് പാപം ക്ഷമിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? സാക്ഷാൽ ദൈവപുത്രൻ അവരോടൊപ്പം സഞ്ചരിക്കുന്നു, യാത്ര ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് തെളിയിച്ചു കൊടുത്തിട്ട് പോലും അവർ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. അതുകൊണ്ടാണ് അവർ പറയുകയാണ് ഇവനെങ്ങനെ പാപം മോചിക്കുവാൻ സാധിക്കും? കർത്താവിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരുവാൻ നോക്കി പാർത്തുകൊണ്ടിരുന്ന ഒരു ജനങ്ങൾക്കിടയിലാണ് ഒരു നല്ല പ്രവൃത്തി സംഭവിച്ചപ്പോൾ ആ നല്ലതിന് നടുവിലും തെറ്റ് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ ഈ ദോഷൈക ദൃക്കെന്ന് പറയാം. ദോഷൈക ദൃക്ക്, എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്നതായ വ്യക്തികൾ, അവരെയാണ് നമ്മൾ ദോഷൈക ദൃക്കെന്ന് പറയുന്നത്. ഇവിടെ കർത്താവിന് നേരെ ഒരു കുറ്റവും കാണാതിരുന്നപ്പോൾ അവർ പറഞ്ഞു അവൻ പാപം മോചിപ്പിക്കുന്നു, അവൻ സ്വയം ദൈവമാകുന്നു, ദൈവത്തിന് മാത്രമല്ലേ പാപം ക്ഷമിക്കുവാൻ അവകാശമുള്ളൂ എന്നുള്ള ചോദ്യം അവരുടെ മുൻപിലേക്ക് എടുക്കും. അപ്പോഴതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സാക്ഷാൽ ദൈവമാണ് അവിടെ പാപം മോചിച്ച്. പക്ഷെ അത് ഉൾക്കൊള്ളുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അവരെപ്പോഴും ഭൗതികമായ കാര്യങ്ങളിലായിരുന്നു അവരുടെ വീക്ഷണം. അവരുടെ മതം എന്തു പറയുന്നു അതായിരുന്നു അവർ ഉൾക്കൊണ്ടിരുന്നു. മതം പറയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ദർശിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളും പലപ്പോഴും ഇപ്രകാരമാണ്. നമ്മൾ അറിഞ്ഞത് മാത്രം ശരി, അല്ലെങ്കിൽ നമ്മളുടെ മതം പറയുന്നത് മാത്രം ശരി എന്ന് ചിന്തിക്കുന്നതായ വിഭാഗം. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ബൈബിളിനേക്കാൾ അപ്പുറം മറ്റ് ചില കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. അപ്പം മതമെന്ന് പറയുന്ന എപ്പോഴും ഭൗതികമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ കാണുന്നത്. എന്നാൽ ബൈബിൾ ആത്മീകമായ തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്നു. അപ്പോൾ നാം ചെയ്യേണ്ടത് മതത്തിൻ്റെ കോണിലൂടെയല്ല വീക്ഷിക്കേണ്ടത്, ബൈബിളിൻ്റെ കോണിലൂടെയാണ് നാം വീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ മതത്തിൻ്റെ കോണിലൂടെ വീക്ഷിച്ചത് കൊണ്ടാണ് ഇവിടെ റബിമാർക്കും പരീശന്മാർക്കുമൊക്കെ അവർ കർത്താവിൽ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഞങ്ങളുടെ മതം ഇപ്രകാരം പറയുന്നു, നീ പറയുന്നത് പോലല്ല, നിനക്കെങ്ങനെ പാപം മോചിക്കുവാനായി സാധിക്കും എന്ന ചിന്തയായിരുന്നു. അപ്പോൾ
അവർക്ക് അകക്കണ്ണ് തുറക്കുവാനായി സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ ബൈബിൾ നാം വായിക്കുന്നത്, പഠിക്കുന്നത് നമ്മുടെ ആത്മീക കണ്ണ് തുറക്കുന്നതിന് വേണ്ടിയാണ്, അകക്കണ്ണ് തുറക്കുവാൻ വേണ്ടിയാണ്. അത് നാം അടച്ചു വെച്ചുകൊണ്ട് ബൈബിൾ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് കിടക്കാം. അതായത് ലേവിയെ വിളിക്കുന്നതും ഉപവാസത്തിൻ്റെ ചോദ്യങ്ങൾ. ലേവി ആരായിരുന്നു എന്ന് നമുക്കറിയാം. ചുങ്കക്കാരനായി. ക്രിസ്തു തൻ്റെ യോഹന്നാനും പത്രോസിനോടും ഒക്കെ കൂടെ അവൻ ലേവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. ലേവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നതായ ലേവിയുടെ മകനെ കർത്താവ് വിളിക്കുകയാണ്, തൻ്റെ ശിഷ്യനാക്കി. ഇത് അടുത്ത വിവാദത്തിലേക്ക് കിടക്കുക. എന്താണ്? ദൈവപുത്രൻ എന്ന് പറയുന്നതായ വ്യക്തി പാപികളോടൊപ്പം സഞ്ചരിക്കുകയും പാപികളോടൊപ്പം ഇരിക്കുകയും ചെയ്യും. ഇത് യഹൂദന്മാരുടെ നോട്ടത്തിൽ, അല്ലെങ്കിൽ പരീശന്മാരുടെ നോട്ടത്തിൽ ഇതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കില്ല. അവരെല്ലാവരും കറക്റ്റാണ്, അവരെല്ലാവരും വിശുദ്ധന്മാരാണ്, അവർ തെറ്റില്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെ തെറ്റില്ലാത്ത ഒരു സമൂഹത്തിനോടൊപ്പം മാത്രമേ ക്രിസ്തു സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവർ ഇതിനെ വീണ്ടും വിവാദമാക്കി. ഒരു ടാക്സ് കളക്ടറുടെ മകൻ, ചുങ്കം പിരിക്കുന്നവൻ്റെ മകൻ, അവനും ചുങ്കക്കാരനാണ്, കാരണം അവനും പാപിയാണ്. ഇതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയാണ്. ഇവർ പാപികളാണ്, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നടമാടിയിരുന്ന എന്താണ് അൺടച്ചബിലിറ്റി എന്ന് നമുക്കിതിനെ പറയാം. പാപികൾ, അവരെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, അവരെ നാം മാറ്റി നിർത്തണം. ഈ പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ സാമൂഹികമായ ബന്ധങ്ങളെക്കുറിച്ചും നാം ഈ പാഠത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിൽ തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ഇങ്ങനെ വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിലായിരുന്നു ക്രിസ്തു വന്നിരുന്നുവെങ്കിൽ ഈ നമ്മളും പറഞ്ഞേനും, അല്ലെങ്കിൽ ഒരു വിഭാഗം പറഞ്ഞേനും, ഇവൻ എന്തുകൊണ്ട് ഈ പാപികളോടുകൂടെ വസിക്കുന്നു, പാപികളോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന ചോദ്യം ഇവിടെയും ചോദിക്കുമായി. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ പരീശന്മാർ പറയുകയാണ്, അവൻ പാപികളോടൊപ്പം സഞ്ചരിക്കുന്നു, അത് പാടില്ല എന്നാണ് അവരുടെ ചിന്താഗതി. എന്നാൽ ക്രിസ്തു അതിന് തക്കതായ മറുപടി അവിടെ കൊടുക്കുകയാണ്. ഏത്? ഒരു രോഗിക്ക് ആവശ്യം വൈദ്യനാണ്. നിങ്ങളൊക്കെ പാപമില്ലാത്തവരാകാം, നിങ്ങളൊക്കെ നല്ലവരാകാം, നിങ്ങളൊക്കെ വിശുദ്ധന്മാരാകാം. പക്ഷേ പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പാപബോധമുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ കർത്തവ്യം. അപ്പം നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടത് പഠിച്ചവരുടെ അടുത്തല്ല, അറിയാവുന്നവരുടെ അടുത്തല്ല, മറിച്ച് നാം സുവിശേഷം അറിയിക്കേണ്ടത് അറിയാൻ പാടില്ലാത്തവരുടെ അടുത്തേക്ക്, സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നതായ അധ്വാനിക്കുന്നവരായ ജനവിഭാഗത്തിൻ്റെ അരികിലേക്ക് അവരോടൊപ്പമായിരുന്നു കൊണ്ട് നാം അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നാം വെറുതെ മൈക്ക് കെട്ടി നമ്മളുടെ പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നാം സുവിശേഷം അറിയിക്കേണ്ടത് ഈ ചുങ്കക്കാരോടും പാപികളോടും, അല്ലെങ്കിൽ ഇന്നും നമ്മൾ അകറ്റി നിർത്തുന്നതായ ജനത്തോടാണ്. അകറ്റി നിർത്തുന്നതായ, അങ്ങനെ അകറ്റി നിർത്തപ്പെട്ട ജനത്തിൻ്റെ അരികിലേക്കാണ് ക്രിസ്തു പോയത്. ഇന്നും പല രീതിയിൽ നമ്മൾ അകറ്റി നിർത്തുന്നുണ്ട് മനുഷ്യൻ.
അത് എല്ലായിടത്തുമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അല്പം ഒന്ന് ചിന്തിച്ചാൽ മതി, നാം എങ്ങനെയാണ് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്ത് നാം മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നത് എന്നുള്ള അത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾക്ക് നാം ഉൾക്കൊള്ളിക്കത്തില്ല, ചിലരെ മാത്രം നാം ചില കാര്യങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലർ ഇതിനെ യോജിച്ചവരല്ല, മോശമാണ് എന്നുള്ള സന്ദേശമാണ് നാം അതിലൂടെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നാം ഓർത്തോണം, ക്രിസ്തുവിനെ ഓർത്തോണം. ക്രിസ്തു ആരുടെ ഇടയിലേക്കാണ് ഇറങ്ങിച്ചെന്നത് എന്നുള്ളതായ അനുഭവം, ആ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വീണ്ടും താഴേക്ക് നമ്മൾ വരുമ്പോൾ കുറേ 3-4 ഉപകഥകൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒന്നാണ് എന്താണ് ഈ പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തോടുകൂടെ ആരും യോജിപ്പിക്കത്തില്ല എന്നത്. അപ്പോൾ പഴയ വസ്ത്രവും പുതിയ വസ്ത്രവുമായി യോജിപ്പിച്ചാൽ പെട്ടെന്ന് അത് കീറിപ്പോകും. ഇവിടെ ക്രിസ്തു അതുവരെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന അവരുടെ ചിന്താഗതിക്ക് അപ്പുറത്തേക്കുള്ളൊരു സന്ദേശമാണ് കൊണ്ടുവന്നത്. എന്താണ്? നിങ്ങൾ പള്ളിയിൽ പോയി ഇങ്ങനെ നിങ്ങളുടെ സമൂഹത്തോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ്? നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടതായിട്ടുള്ള ജനങ്ങളുടെ അരികിലേക്ക് ചെന്ന് അവരോടാണ് നിങ്ങൾ സുവിശേഷത്തെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ള സന്ദേശം കൊടുത്തപ്പോൾ, ഞങ്ങൾക്ക് ഈ പഴയത് മതി, ഈ പഴയതിൽ ഞങ്ങൾ പിടിച്ചുകൊള്ളാം, ഞങ്ങൾക്ക് ഈ തോറ മാത്രം മതി, നിന്റെ സന്ദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന ചിന്താഗതിയായിരുന്നു അവർക്കുള്ളത്. അതൊരു കഥ. ഇനി രണ്ടാമത് ക്രിസ്തു ഉയർന്നും കൂടെ പറഞ്ഞു, തുരുത്തിയിൽ വീഞ്ഞ് ഒഴിക്കുന്നതിനെ കുറിച്ച്. പഴയ തുരുത്തിയിൽ ആരും പുതിയ വീഞ്ഞ് ഒഴിക്കാറില്ല. അങ്ങനെ ഒഴിച്ചാൽ അത് പഴയ തുരുത്തി നശിച്ചു പോകും. പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞ് കൊടുക്കുന്നത്. യഹൂദന്മാരായ പള്ളിപ്രമാണിമാരായ റബായിസ്, ശാസ്ത്രിമാർ നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെയോ ഇത് ശരിക്കും കൊടുക്കേണ്ടത് ആരർഹിക്കുന്നു അവിടെയാണ്, അല്ലെങ്കിൽ ഇത് കൊടുക്കേണ്ടത് ഈ അധ്വാനിക്കുന്നതായ ഈ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ പാപികളെന്ന് നിങ്ങൾ വിമർശിക്കുന്നതായ ആ വ്യക്തികൾക്കാണ്, ആ സമൂഹത്തിനാണ് ഇത് നൽകേണ്ടത് എന്നുള്ള സന്ദേശം അവിടെ കർത്താവ് കൊടുക്കുക. ഇനി മറ്റൊന്നാണ് ഉപവാസത്തിൻ്റെ കഥ. എന്തിനാണ് നാം ഉപവാസം എടുക്കുന്നത്? ഇന്ന് ഉപവാസം എന്ന് പറയുന്നത് ഒരു കലാപരിപാടിയായിട്ട് മാറിയിരിക്കുക. നമ്മൾ പലപ്പോഴും ബോർഡുകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 21 ദിവസത്തെ ഉപവാസം, അല്ലെ 41 ദിവസത്തെ ഉപവാസം. പിന്നെ ഇതെല്ലാം മറിച്ചിട്ട് 100 ദിവസത്തെ ഉപവാസം വരെ നടത്തുന്ന വ്യക്തികളുണ്ട്. എന്തിനാണ് ഈ ഉപവാസം എടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് പലരും ഉപവാസം എടുക്കുന്നത് അവർക്ക് അവരുടെ ചില കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അല്ലേ, എനിക്ക് ഇന്നത് ലഭിച്ചാൽ, അല്ലെ ഇത്ര ദിവസം ഉപവാസം എടുത്തുകൊണ്ട് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മളുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നാം ഉപവസിക്കുന്നു. ഇതാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ നിങ്ങൾ എന്നോട് യോജിക്കത്തില്ലായിരിക്കാം, എങ്കിലും നാം കാണുന്ന ഇതൊരു കലാപരിപാടിയായി മാറ്റിക്കൊണ്ട് ചില പ്രത്യേക വിഭാഗത്തിലെ പാസ്റ്റർമാർ അവരിങ്ങനെ ദിവസങ്ങളോളം ഉപവാസം എടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ ഏതായാലും ഒരു മനുഷ്യന് 41 ദിവസം വരെ ഇവിടെ ആഹാരവും ജലപാനവും ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉപവാസം അല്ലെങ്കിൽ ഉച്ചവരെ ഉപവാസം, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലായിരിക്കാം. ഏതെങ്കിലും എന്തും ആയിക്കൊള്ളട്ടെ, ഉപവാസം എന്ന് പറയുന്നത് ക്രിസ്തു എടുത്തത് ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവിക ശക്തി തന്നിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ക്രിസ്തു ഉപവാസം നടത്തി.
മറിച്ച് നമ്മുടെ ഉപവാസം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഉപവാസം എടുക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല. മറിച്ച് നമ്മളുടെ ഉപവാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നും ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ക്രിസ്തുവിനോട് വീണ്ടും പരീശന്മാർ ചോദിച്ചതായ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവാസം എടുത്തിരുന്നു, എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവാസം എടുക്കുന്നില്ല? അപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ ഉത്തരത്തിലേക്കാണ് ചെല്ലുന്നത്. എന്താണ്? കർത്താവ് ആണ് അവരോടുകൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ള ബോധം അപ്പോഴും അവർക്കില്ലായിരുന്നു എന്നുള്ളതാണ്. നാം വലിയ ഇലക്ട്രിക് ബൾബ് പ്രകാശം തരുമ്പോൾ അതിൻ്റെ കീഴിൽ കൊണ്ട് മെഴുകുതിരി കത്തിച്ചു വെക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവാകുന്ന പ്രകാശം, ശക്തി അവരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു ശക്തിയുടെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഉപവാസത്തെക്കുറിച്ച് ക്രിസ്തു അതിന് വളരെ ഭംഗിയായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ്? ഒരു കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വന്നിരിക്കട്ടെ. കല്യാണത്തിന് ക്ഷണിക്കപ്പെടുന്ന വ്യക്തികൾ എല്ലാവരും ഉപവസിച്ചുകൊണ്ട് കല്യാണത്തിന് ചെന്നാൽ എങ്ങനെയായിരിക്കും കാര്യം? എല്ലാവർക്കും വേണ്ടി സദ്യ, വളരെ നല്ല സദ്യ, രുചികരമായ സദ്യ ഇവിടെ യജമാനൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വിവാഹം നടത്തുന്നതായ വ്യക്തി വളരെ സ്വാദിഷ്ടമായ ഭോജനങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉപവസിച്ചുകൊണ്ട് അവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും കാര്യം എന്ന് മനസ്സിലാക്കുക. അതാണ് ക്രിസ്തു പറഞ്ഞ ചോദിച്ചത്. മണവാളൻ കൂടെയുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല എന്ന വലിയ തത്വം ക്രിസ്തു അതിലൂടെ അവർക്ക് കൊടുക്കുകയായിരുന്നു. അടുത്ത പാഠത്തേക്ക് നമുക്ക് പോകാം. അതാണ് ശബദിനും കർത്താവ്. ശബദിനും കർത്താവ്. നമ്മളിവിടെ വീണ്ടും ഈ പാഠഭാഗത്ത് കൊണ്ടുവരുന്നതായ കാര്യം വീണ്ടും ശബദിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യത്തെ നമ്മുടെ ഇൻട്രോയിൽ തന്നെ ഞാൻ പറഞ്ഞു, ശബദ് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കി. അപ്പം അതുവരെ യഹൂദന്മാരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശബത്ത് എന്ന് പറഞ്ഞാൽ കാലടക്കി അവനവൻ്റെ ഭവനങ്ങളിൽ ഇരിക്കുക എന്നല്ലാതെ മറ്റൊന്നും പാടില്ല. അടുപ്പിൽ തീ പുകയാൻ പാടില്ല, 3 കാതം മുൻപോട്ട് നടക്കുവാൻ പാടില്ല, പിന്നെ അങ്ങനെയുള്ള ഒന്നും തന്നെ പാടില്ല. നീ അന്ന് പൂർണ്ണ വിശ്രമം എന്ന് പറയുമ്പോൾ അടങ്ങി ഒതുങ്ങി നിന്റെ ഭവനത്തിൽ നീ ഇരിക്കുക എന്നുള്ളതായിരുന്നു പരീശന്മാരുടെ ഉൾക്കാഴ്ച. അവരങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന 39 പരീശന്മാരുടെ മനസ്സിൽ ഉൾക്കൊള്ളിച്ച ശിഷ്യന്മാരുടെ പ്രവൃത്തി ഉൾപ്പെടെ ശബദ് ദിവസത്തിൽ വിലക്കപ്പെട്ടിരുന്ന 39 രീതികൾ, വേലകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 39 രീതിയിലുള്ള ചിന്തകൾ, വേലകൾ ശബദിനെ കുറിച്ച് അവർക്കുണ്ടായി. അവിടെയാണ് ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ വയലിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ, ഒരുപക്ഷെ ക്ഷീണിച്ച അവസരായ ശിഷ്യന്മാർ നടന്നു പോകുന്ന നടപ്പിൽ തന്നെ 2 കതിർ പറിച്ച് അത് കയ്യിലിട്ടവർ തിരികെ ആ കതിർ ഭക്ഷിച്ചു. അപ്പോൾ അത് യഹൂദന്മാരെ സംബന്ധിച്ചും അത് വലിയ ഒരു വേലയായി മാറി, വലിയ ഒരു കുറ്റമായി മാറി. ശബദിനെ ലംഘിച്ചു എന്നുള്ള വലിയ കുറ്റമായി അവർ അതിനെ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് കർത്താവിനോട് അവർ പറഞ്ഞത്, നിന്റെ ശിഷ്യന്മാർ വയലിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ കതിർ പറിച്ച് തിന്നുന്നു, അത് ശബദ് ലംഘനമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ്? ദാവീദും കൂട്ടരും ദൈവാലയത്തിൽ കടന്നുചെന്ന് അവർ ഭക്ഷിക്കാൻ പാടില്ലാത്തതായ അപ്പം അവർ ഭക്ഷിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ?
അവർ ഭക്ഷിക്കാൻ പാടില്ലാത്തതായ അപ്പം ഭക്ഷിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ ശബ്ബത്ത് എന്ന് പറയുന്നത് അക്ഷരീകമായി മാത്രം കാണേണ്ടതായ ഒന്നല്ല, മറിച്ച് അതിൻ്റെ ആത്മീക തലങ്ങളിലേക്കും നീ ഉയരണം. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ശബത്ത് അനുഷ്ഠിക്കുന്നവരാണ്. ശബത്ത് ദിവസം രാവിലെ നമ്മുടെ അയൽവക്കത്ത് കുഞ്ഞിന് അതികഠിനമായ വേദന അല്ലെങ്കിൽ പ്രയാസം, രോഗം ഉണ്ടായി എന്നിരിക്കട്ടെ, അപ്പുറം വരെ നടന്നു ചെല്ലുക എന്ന് പറയുന്നത് വേലയാണ്. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. അല്ലെങ്കിൽ ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥയാണെന്നിരിക്കട്ടെ, ഇന്ന് ശബത്താകുന്നു, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് ആ കുട്ടിയെ ആശുപത്രിയിൽ വരെ എത്തിക്കുന്നതിൽ സഹായിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നാം ആദ്യം ആ കുഞ്ഞിനെ സഹായിക്കുവാനായി മുൻപോട്ട് വരണം. അതിന് ശേഷമാണ് നാം ദേവാലയത്തിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മൾ നല്ല ശമരിയാക്കാരൻ്റെ കഥയിലൂടെ പഠിക്കുന്നതായ ഒരു ഭാഗം. ഇതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ശബത്ത് എന്ന് പറയുന്നത് അത് ശബത്തിൻ്റെ ആത്മീക തലത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതമാണ് എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. അതിനുശേഷമാണ് നമുക്കറിയാം വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവം കൂടെ നാം കാണും. അതും ശബത്തിലാണ്. നോക്കുക, അപ്പോൾ ആ ശബത്ത് ദിനത്തിൽ കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കിക്കൊണ്ട് പരീശന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ചിന്താഗതി തെറ്റാകുന്നു. ശബത്ത് നന്മയ്ക്കുള്ളതാണ്, ശബത്ത് നന്മ ചെയ്യുവാൻ വേണ്ടി ഉള്ളതുമാകുന്നു എന്നുള്ള ആ വലിയ സന്ദേശം ക്രിസ്തു അവരിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞല്ലോ, അവരുടെ കാഴ്ചപ്പാട് അതിനെ ഒരിക്കലും അവർക്ക് ബ്രേക്ക് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരെന്താണ് കൊണ്ടിരുന്നത് അതിനെ ഒരു കാരണവശാലും അവർക്ക് മാറ്റാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് അവരോട് ശരിയായ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ അത് കാണിച്ചു കൊടുത്തപ്പോഴും അവർക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചു. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ്. നമുക്ക് പലപ്പോഴും നാം നമ്മുടെ ചില ചിന്തകൾ മാത്രം ശരി എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ശരി അതല്ല, ഇതാകുന്നു എന്ന് നമുക്ക് ബോധ്യമായാൽ അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത്. അതുകൊണ്ട് ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള വിശുദ്ധ ദിവസമാകുന്നു. ശബത്ത് എന്ന് പറയുന്നത് നന്മയുടെ ദിവസമാകുന്നു, നന്മ ചെയ്യുവാനുള്ള ദിവസം കൂടെ ആകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശബത്ത് ദിനത്തിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ ആതുരാലയങ്ങളിലും അതേപോലെ തന്നെ ഓർഫനേജുകളിലുമൊക്കെ കടന്നു പോവുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് ലഘുലേഖ കൊടുക്കുകയും മാത്രമല്ല അവർക്ക് ആഹാരം പോലും കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് ഈ സന്ദേശമാണ് അതിലൂടെ നാം കൊടുക്കുന്നത്. ഇനി നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് കടക്കാം. കുത്തിത്തിരികുന്ന കഥ. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ കഥാഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തെ 5 കഥകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നാം ഇവിടെ കാണുന്നു. ആ കഥകളിൽ പെട്ടതാണ് നമ്മൾ കണ്ട വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതും അതേപോലെ തന്നെ കാഴ്ചയപ്പത്തിൻ്റെ തുരുത്തിയുടെ കഥ. ഇതൊക്കെയും നാം ഈ ഭാഗത്ത് കാണുന്നു. അങ്ങനെ ക്രിസ്തു ഇവിടെ
ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് വന്നതായ ജനങ്ങളോട് അവൻ ഘോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്, സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സ്വയം മറന്ന് അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. സ്വയം മറന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവന് വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. ആ വന്നവരോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്നതായ രംഗമാണ്. അപ്പം അങ്ങനെ സ്ഥിരം അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അടുത്ത വിവാദം കൊണ്ടുവരികയാണ്. എന്താണ്? എങ്ങനെ ഈ ഒരു മനുഷ്യൻ ഇപ്രകാരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കുന്നു, പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു? അതുകൊണ്ട് ഇവനിൽ എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പം. അത് ആദ്യം ആരാണ് തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് ക്രിസ്തുവിൻ്റെ ചാർച്ചക്കാർ തന്നെ. ആ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ചാർച്ചക്കാർ വരുന്നു, അവർ പറയുന്നു ഇവൻ എന്തോ ബുദ്ധിഭ്രമമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ്റെ അമ്മയും സഹോദരന്മാരും വരുന്നു. അവരും ഭൗതിക തലത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവനെ നോക്കിയപ്പോൾ അവർക്കും ഇങ്ങനെ ഒരു ചിന്താഗതി വരികയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി ആണ് അവർ എത്തിയത്. അപ്പോൾ ചാർച്ചക്കാർ നോക്കുക, നമ്മുടെ ചാർച്ചക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ സ്വന്തക്കാരാകാം, ഇവരൊക്കെ ആകാം. അപ്പം നമ്മൾ യഥാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ആദ്യം സംശയാലുക്കളാകുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കും. കാരണം നാം അവർ നടക്കുന്ന വഴിയിലല്ല, ഒരല്പം മാറി ആയിരിക്കാം നടക്കുന്നത്. അല്ലെങ്കിൽ അവർ പഠിച്ചു വച്ച കാര്യങ്ങളിലൂടെ മാത്രമായിരിക്കില്ല നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത്. നാം ഒരു പക്ഷേ ഈ പാപിയെ അടുത്ത് പിടിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ സഞ്ചരിക്കുക, അല്ലെങ്കിൽ അവരോടായിരിക്കാം നമ്മളുടെ സുവിശേഷ ഘോഷണമെന്ന് പറയും. അപ്പോൾ തോന്നി ഇവന് അവരോട് മാത്രം എന്തിനാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്? ഇന്ന് പലപ്പോഴും കാശുണ്ടാക്കുന്ന ഏറ്റവും വലിയ കൃഷി നടക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് നാം മറക്കരുത്. ഏറ്റവും വലിയ പണസമ്പാദനത്തിനുള്ള മാർഗമായി സുവിശേഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തു ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ, ഒന്നും തന്നെ ചിന്തിക്കാതെ സാധാരണക്കാരുടെയോട് സംവദിച്ചു കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർക്ക് പലർക്കും സംശയമായി. അങ്ങനെയാണ് അവൻ്റെ അമ്മയും സഹോദരനും വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുവാനായി വരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ ജനമായതുകൊണ്ട് അവർ ഒരു സന്ദേശം കൊടുത്ത് വിടുകയാണ്. തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഒരു സന്ദേശം കൊടുത്ത് അവർ വിടുകയാണ്. അവർ ചെന്ന് കർത്താവിൻ്റെ അടുത്ത് പറയുന്നു, അല്ലയോ കർത്താവേ, അങ്ങയുടെ അമ്മയും സഹോദരനും അങ്ങയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. അങ്ങയുടെ അമ്മയും സഹോദരന്മാർ, അല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ വന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു അവിടെ കൊടുത്ത മറുപടി നാം നോക്കണം. അത് വളരെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നാം ഒന്ന് കടക്കണം. എന്താണ്? എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ വേണ്ടപ്പെട്ടവർ, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അത് ഭൗതികമല്ല, അത് ആത്മീകമാണ്. ഈ ലോകത്തിലെ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, അത് ഭൗതികം മാത്രമാണ്. എന്നാൽ യഥാർത്ഥമായി എൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. ഇപ്പം ഈ ലോകത്തിൽ നമ്മുടെ സഹോദരീ സഹോദരന്മാർ ആരാണ് എന്ന് നാം ചിന്തിക്കണം. നാം എപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മളുടെ ഭാര്യ, നമ്മുടെ അച്ഛൻ, അമ്മ, ഇവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളുടെ അധ്വാനം. അവർക്ക് വേണ്ടി അധ്വാനിക്കരുത് എന്നുള്ളതല്ല. ആസ് എ ഫാദർ ഓർ മദർ നമ്മളുടെ ഡ്യൂട്ടി ഉണ്ട്. വി ഹാവ് ടു ഡു ദാറ്റ്. പക്ഷേ അവിടെ ആ സങ്കുചിതമായ മനസ്സിൻ്റെ
വികൽപ്പമായ മനസ്സിൻ്റെ ഉടമകളായി മാത്രം നാം മാറരുത് എന്നുള്ളതാണ്. ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നാം കുടുംബത്തെ കാണേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം എൻ്റെ കുടുംബക്കാർ ആകുന്നു എന്നാണ് അവിടെ കർത്താവ് അവരോട് പറയുന്നത്. വീണ്ടും താഴെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ് താഴെ ഭാഗത്ത്? നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള ഭാഗത്ത് ഒരു പ്രത്യേക കാര്യം പറയുന്നത്. എന്താണ്? ആത്മാവിന് നേരെയുള്ള പാപം, പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ള ഭാഗത്തേക്കാണ് നാം വരുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം? ഇവിടെ പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നാം ഒരു പാപം നിരന്തരം അല്ലെങ്കിൽ പിന്നെയും അല്ലെങ്കിൽ മറ്റൊരു സമയത്തും നാം അത് ചെയ്താൽ അതിനെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് പറയും. എന്നാൽ ഇവിടെ കർത്താവ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ അനേകരെ സൗഖ്യമാക്കുന്നു, അനേകർക്ക് ജീവൻ്റെ വെളിച്ചം പകരുന്നു, അനേകർക്ക് ദൈവത്തിങ്കിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ ഭൂതങ്ങളെ സൗഖ്യമാക്കുന്നു, രോഗത്തെ സൗഖ്യമാക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് വീണ്ടും അടുത്ത വിവാദം വരികയാണ്. എന്താണ്? ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ഏതോ ഭൂതത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുക. ഏതോ ഭൂതമാണ് ഇവൻ്റെ മുൻപിൽ, പിശാച് ഇവൻ്റെ പുറകിലുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. ഒക്കെ എത്ര ദുരുദ്ദേശകരമായ ഒരു ആരോപണം, അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കർത്താവിനെതിരെ ഉയർത്തുന്നത്. ഓർത്തുകൊള്ളണം, നമ്മളും പലപ്പോഴും ഞാൻ വിചാരിക്കുന്നു അതങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതായ വ്യക്തികൾ, നിങ്ങൾ ആലോചിക്കണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പലപ്പോഴും നാം നമ്മുടെ സഹപ്രവർത്തകർക്കെതിരെ, അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവർക്കെതിരെ നാം പലപ്പോഴും ഉയർത്താറുണ്ട്. ഒക്കെ വളരെ കോമൺ ആണ്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇതിന് പലരും വിക്ടിം ആയിട്ടുള്ളവരുമാണ്. ഇവിടെ നോക്കുക, കർത്താവിനെതിരെയും ഇതേ ആരോപണമാണ് ഉയർത്തുന്നത്. അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി ഒരെണ്ണമുണ്ട്, വായടപ്പിക്കുന്നതായ മറുപടി. ഒരു ഭൂതത്തിന് മറ്റൊരു ഭൂതത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പിശാചിന് മറ്റൊരു പിശാചുമായി യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്യുമെങ്കിൽ അവർ തന്നെ ഇല്ലാതാകുകയില്ലേ? നോക്കുക, അത് കേട്ടപ്പോൾ പരീശന്മാർക്കോ ന്യായശാസ്ത്രിമാർക്കോ ഒന്നും തന്നെ പിന്നെ പറയുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നാം ഈ കാര്യം ഓർത്തിരിക്കണം. ഇങ്ങനെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരെ, ഒന്നുകൂടെ ഓർത്തോണം, ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ദുരാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അടുത്തതെന്ന് പറയുന്നത് കുത്തിത്തിരിക്കുന്ന കഥ 2-ാം ഭാഗം ആണ്. അത് നമ്മൾ നേരത്തെ കണ്ട അതേ ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഇവിടെ വീണ്ടും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് സഹോദരന്മാർ കടന്നു വരികയും അവർ ക്രിസ്തുവിനെ കാണണമെന്ന് പറയുകയും അങ്ങനെ അവരുടെ അമ്മയും സഹോദരൻ വന്നുവെന്നുള്ള ആ മെസ്സേജ് ക്രിസ്തുവിലേക്ക് എത്തുന്നതും ക്രിസ്തു കൊടുക്കുന്ന മറുപടിയും അതുതന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നത്. അപ്പോൾ നാം ഓർക്കുക, ഈ കുടുംബം എന്ന് പറയുന്നത് ഭൗതികമായ ഒന്നാണ്. എന്നാൽ യേശു എന്ന് പറയുന്നത് ആത്മീകമാണ്.
അപ്പം നമ്മൾ പലപ്പോഴും ഈ ഭൗതികമായ കാര്യങ്ങളുടെ പുറകെയുള്ള തിക്കിലും തിരക്കിലുമാണ്. ആത്മീകമായിട്ടുള്ള തലത്തിലേക്കല്ല നാം പലപ്പോഴും ഉയരുന്നു. നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാകും. നാം ഭൗതികമായ പ്രവർത്തനങ്ങൾക്ക് പുറകെ പോകുന്നത് പോലെ നമ്മുടെ ആത്മീകമായ പ്രവർത്തനങ്ങൾക്ക് നാം പോകാറുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ നാം ചോദിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഉത്തരം ലഭിക്കും എന്നാണ് ഈ പാഠം നമ്മോട് പഠിപ്പിക്കും. ഏതായാലും ഈ പാഠത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന അതേ വാചകം, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സഹോദരനും സഹോദരിയും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക്, ദൈവേഷ്ടം പ്രവർത്തിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ഈ പാഠം നമ്മളോട് സംവദിക്കുന്നത്, നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പാഠം പഠിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംവദിക്കുവാനായിട്ട് സമയം തന്ന നമ്മുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ അധികൃതരോട് എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ മാത്യു ജോർജ്, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പഠനത്തിൻ്റെ അവസാനമായി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നതായ ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ ഒരു അവസരം ഞങ്ങൾക്കായി ഒരുക്കിയതോത്തെ സ്തോത്രം ചെയ്യും. അവിടുത്തെ തിരുവചന സത്യങ്ങൾ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കിയതോത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവ് ഇത് പഠിക്കുക മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തെ ഇതനുസരിച്ച് ക്രമീകരിക്കുവാനും മറ്റനേകർക്ക് ഇത് ഉപകാരപ്രദമായി തീരുവാനും കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രവിച്ചതായ എല്ലാ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.